ഞാനിവിടെ ഡാൻസ് ക്ലാസ് തുടങ്ങിയത്. ജീവിക്കാൻ ഇതേ ഒരു മാർഗമുള്ളൂ. എനിക്ക് ആ കെട്ടിടം ഒന്ന് നന്നാക്കി തരണം. അല്ലോ, ചെലവിന്റെ കാര്യം മാത്രം പറയല്ലേ ടീച്ചറെ. മനസ്സറിഞ്ഞൊന്ന് ക്ലാസ് എടുക്കാൻ പറ്റുന്നില്ല. കുട്ടികൾ ചോട് വെക്കുമ്പോഴേക്കും ആ അവക്കർ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കും. ഓ പ്രശ്നം ഉണ്ടാക്കുമെന്ന് ഞമ്മക്കറിയാം. മയ്യത്താകാത്ത മനുഷ്യൻ മയ്യത്തായി എന്ന് പറഞ്ഞുണ്ടാക്കിയവനാണ് ഓൻ. ഓനെ ഞമ്മക്ക് അവിടുന്ന് പോയിപ്പിക്കാം. എന്താ? അത് വേണ്ട. ആളൊരു സാധുവാ. അത് ശരി. അപ്പൊ ടീച്ചർ ഓന്റെ ഭാഗത്താണല്ലേ? എന്തേ ഇടയ്ക്കിടയ്ക്ക് വല്ല ഉയർന്നൂടെ വരുമ്പോടെ ഓശാരം തരാറുണ്ടാ? അത് നമ്മുടെ ബീവി കൽമേയ്ക്ക് നമ്മളെ അകത്തോട്ട് വിളിക്കാനുള്ള ഒരു കാളിങ് ബെല്ലാണ്. പുറത്ത് ആര് വന്നാലും ഓള് പുറത്തോട്ട് വരില്ല. അത്രയ്ക്ക് നാണമാണ്. ഏതാ ടീച്ചർ? അത് തറവാട്ടി പറഞ്ഞ ഒരു ടീച്ചറാടി. ഈ കരുതും പോലെ ഒന്നും അല്ല. ഞമ്മക്ക് നിങ്ങളെ ഉള്ളൂ. നിങ്ങളെ വേറൊരു പെണ്ണ് കാണണത് ഞമ്മക്ക് സഹിക്കൂല. കളിയും ചിരിയും പറഞ്ഞ് നിങ്ങൾ ആരുടെങ്കിലും കൂടെ ഇറങ്ങിപ്പോയാ ഞാനിതാ ഈ ഉത്തരത്തിൽ തൂങ്ങും. ഹലോ, എന്താ പൊന്നെ ചതിക്കല്ലേ? എന്തേ ഇത്ര പെട്ടെന്ന് വന്നോ? പെട്ടെന്ന് ഒന്നും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് പോയേക്കാം. ഓ, ചാത്തുക്കുട്ടിയുടെ പ്രശ്നം വെക്കാൻ പോയപ്പോ ഞാൻ സ്നേഹലതയുടെ അവിടെ ഒന്ന് കേറി. എന്നിട്ട് എന്താ? എന്നിട്ട് അവിടെ ചെന്നപ്പോ അവള് പറഞ്ഞു ഒരു ആ തോർത്ത് നിർത്തേ. എന്നിട്ട് എന്താ സ്നേഹലത പറഞ്ഞത്? പിടിച്ചേ. ഏതായാലും അതിലെ പോകാൻ തോന്നിയത് നന്നായി. അപ്പോ എന്താ പറഞ്ഞത്? അപ്പോ അവള് പറയാനേ അടുത്ത എന്താ പറഞ്ഞത്? അത് തന്നെയാ പറഞ്ഞത്. സ്നേഹലത പറഞ്ഞത് എന്താന്ന് എനിക്ക് ഇപ്പൊ അറിയണം. എടീ, നമ്മുടെ പവിത്രം ഗൾഫീന്ന് വരുന്നു. മോളെ സ്നേഹലതേ, ദേ പവിത്രം വന്നു. മോളെ ദാ വരുന്നടി. ഇന്നലെ വരുമെന്ന് അറിഞ്ഞപ്പോ തൊട്ട് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ കാത്തു നിൽക്കുകയായിരുന്നു. എല്ലാ വണ്ടിയിലും നോക്കി. നീ എന്താ മോനെ അങ്ങ് കോലം കിട്ടുപോയല്ലോ. ഏതായാലും വന്നല്ലോ, മനസമാധാനായി. മനസമാധാനായ സ്ഥിതിക്ക് ഇനി ഒരു കാര്യം കൂടി പറയാം. അപ്പൊ കുറെ കൂടി സന്തോഷാവും. ഞാൻ ഇനി തിരിച്ചു പോകുന്നില്ല. തമാശയല്ല, എനിക്ക് അവിടെ ചെറിയൊരു പ്രശ്നമുണ്ടായി. എന്റെ വിസ റദ്ദ് ചെയ്തു. ഞാനവിടെ 2 മാസം ജയിലിലുമായിരുന്നു. ഈ പെട്ടിയങ്ങ് അകത്തോണ്ട് വെക്കാം, ഇല്ലെങ്കിൽ ആരെങ്കിലും കണ്ടാ വല്ലതൊക്കെ ചോദിച്ചോണ്ട് വരും. അതിനകത്തൊന്നുമില്ല. എന്റെ കുറെ മുഷിഞ്ഞ ഡ്രസ്സ് മാത്രമേ ഉള്ളൂ. നീ കുറച്ച് വെള്ളം ചൂടാക്കി കുടിച്ചിട്ട് കുറച്ച് ദിവസമായി. അപ്പൊ ഇവൻ ഖത്തറിലേക്കാന്നും പറഞ്ഞിട്ട് പോയത് നേരെ ജയിലിലേക്ക്? ആ തട്ടാഞ്ചാക്കൻ അവിടെ നിപ്പുണ്ട്. നമ്മളോട് വല്ലതും ചോദിച്ചാൽ ഒന്നും മിണ്ടരുത് കേട്ടോ. മരുമോൻ ഗൾഫീന്ന് വന്നു. ഓടി പൂരായിരുന്നു വീട്ടില്. അതുകൊണ്ട് ഇന്നലെ തിരിക്കാൻ പറ്റിയില്ല. ഇവിടെ എങ്ങനെയാ, മഴയൊക്കെ ഉണ്ടോ? മോനെ, ഈ കൊടയെടുത്ത് ആ കാരണവർക്ക് ചൂടാൻ കൊടുക്ക്. ഈ മാതിരി വിത്തൊന്നും നനയാൻ പാടില്ല. എന്തൊക്കെയുണ്ട് പണിക്കരെ? പവിത്രം വന്നോ? അവൻ ഒരു ദിവസം വൈകിയാ വന്നത്. ഈ എയർ കണ്ടീഷനിലൊക്കെ ഇരുന്ന് ശീലിച്ച ആളല്ലേ. എയർ കണ്ടീഷനുള്ള കമ്പാർട്ട്മെന്റ് ആ ഒരു വണ്ടിക്കുള്ളൂ അത്രേ. അത് നേരാ.
എന്റെ നാട് വിട്ടുപോയ പഴയ പശു തൃക്കണ്ടാപുരത്തുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ പോയില്ലേ? ആ ഇങ്ങോട്ട് തിരിച്ചു വന്നത് ആ വണ്ടിയിലാ. വന്ന സ്ഥിതിക്ക് നമുക്കൊന്ന് കൂടണം. നമ്മുടെ നാട്ടിലെ ഒരേ ഒരു ഗൾഫാ. ഇനി ഇപ്പൊ എപ്പോഴും കൂടാം. അവൻ ഇനി പോണില്ല. അവള് പോവണ്ടെന്ന് പറഞ്ഞു, അവൻ അത് കേട്ടു, അത് ഞങ്ങള് സമ്മതിച്ചു അല്ലേ? ഇവിടെ ലോറിയുടെ ബിസിനസ് തുടങ്ങാനാ പ്ലാൻ. ഒരു 10-12 ലോറി വാങ്ങണം എന്നൊക്കെ പറയണ കേട്ടു. ഞാനതൊന്നും ശ്രദ്ധിക്കാൻ പോയില്ല. കുട്ടികളല്ലേ, അവർക്ക് തോന്നുന്നത് ചെയ്യട്ടെ. 12 ലോറിയോ? ഇയാളിപ്പോ നിൽക്കണത് ഭൂമിയിലോ സ്വർഗത്തിലോ? ഒരു പക്ഷെ പശു എന്നൊക്കെ പറഞ്ഞത് കേട്ടത് തെറ്റിതാവും. ഒരു പ്രാവശ്യം റദ്ദ് ചെയ്താ വിസ പിന്നെ രണ്ടാമതും കിട്ടൂലേ? എന്താ നിനക്ക് പോണോ? എപ്പോഴാ മോളുടെ കാതുകുത്ത്? അച്ഛൻ ദിവസം നോക്കിയോ? നല്ല ദിവസം നോക്കാന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. അവിടെ ആവുമ്പോ സൗകര്യമായിട്ട് കാതുകുത്താലോ. അതേതായാലും വേണ്ട. നല്ല ദിവസമായാലും ചീത്ത ദിവസമായാലും കാതുകുത്ത് ഇവിടെ വെച്ച് മതി. ഇവിടത്തെ തട്ടാനെ വരാൻ പറഞ്ഞിട്ടുണ്ട്. പ്രായമുള്ള ആളാ. ഇനി അങ്ങോട്ട് കെട്ടിയെടുക്കൊന്നും വേണ്ട, ഇവിടെ മതി. ഓ ഓ ഓ ഓ മോളുടെ കാതുകുത്തിന് വരാൻ നിന്റെ അച്ഛനും അമ്മയ്ക്ക് ഞാൻ എഴുതിയിട്ടുണ്ട്. നിന്നോട് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. കാതുകുത്തിന് അവിടെയായിരുന്നു സൗകര്യം. അത് വേണ്ട, ഇതല്ലേ നമ്മുടെ വീട്, ഇവിടെ വെച്ച് മതി. കാത് കുത്തുമ്പോ മോള് ചെറുതായി കരയും. അത് ഈ ചൂരുകളൊക്കെ കേൾക്കണം. വേണമെങ്കിൽ നമുക്ക് നിന്റെ കാത് ഒന്നുകൂടി കുത്താം. ഓരോ 15 പവന്റെ കമ്മല് വാങ്ങിയിടാലോ. എന്തിനാ എന്നോട് ദേഷ്യപ്പെട്ടെ? ജയിലിൽ പോയാൽ എനിക്ക് വിഷമമില്ലെന്നാ വിചാരിച്ചേ? വിസ പോയെങ്കിൽ പോട്ടെ, ഇനി പോണ്ട. ഏട്ടൻ പറഞ്ഞല്ലോ നമുക്കൊരു ലോറി വാങ്ങാം. ആ വാങ്ങാം. ലോറി ആവുമ്പോ ഓടിക്കാൻ ഞാൻ തന്നെ മതിയല്ലോ. അവിടെ ചേരുന്നത് അത് തന്നെയല്ലേ? അവിടെ ഡ്രൈവറായിരുന്നു. അതായിരുന്നു പിന്നെ ഒരു അന്തസ്സുണ്ടായിരുന്നു. ആ പാപ്പിയോ എവിടെയായിരുന്നോ 2 ദിവസമായിട്ട്? നീലേശ്വരത്തെ ആളില്ലാത്തൊരു പശു വന്നു പെട്ടെന്ന് അറിഞ്ഞു. ചെന്ന് നോക്കിയപ്പോ നമ്മുടെ അല്ല, ഒരു പുള്ളി പശു. അതുകൊണ്ടൊന്നും കാര്യമില്ലടോ പാപ്പി. ഞാൻ പറയട്ടെ, താൻ ആ പശുവിന്റെ നാളും പേരും പറഞ്ഞ് പണിക്കരെ കൊണ്ടൊരു കബഡി വയ്പ്പിക്കുക. അതുകൊണ്ടൊന്നും പ്രയോജനമില്ല. ഒന്ന് ഉറഞ്ഞു കിട്ടിയാ മതി. പശു എവിടെയുണ്ടെന്ന് ഭഗവതി പറയും. ഏറിപ്പോയാ പാപ്പിക്ക് ഒരു 15 രൂപ ചെലവ് വരും. നമ്മുടെ പവിത്രനല്ലേ അത്? അതെ. അവനെന്താ ഭാസ്കരന്റെ കടയുടെ മുമ്പില്? എന്തേ എന്താ വേണ്ടി? ആ തട്ടാം ഭാസ്കരനെ കണ്ടോ? ഓന്ന് കട പറഞ്ഞില്ല, ടൗണിൽ പോയിട്ടുണ്ടാവും. ആ ഭാസ്കരൻ അതാ വരണേ. ഭാസ്കരനെ അതാ. എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും. കത്തിക്കുത്തുറപ്പാ, ഇന്ന് ചോര തെറിക്കുന്നു. എന്റെ ഭഗവതി. നമ്മൾ ഇടപെടണോ? ഇപ്പൊ ഇടപെടണ്ട. ഭാര്യമാർക്ക് പഴയ ലോഹിക്കാരുണ്ടായാൽ ഇതല്ല, ഇതിനപ്പുറം നടക്കും. ശരിയാണ്. അതുകൊണ്ടല്ല, എനിക്ക് അത്യാവശ്യം തീർത്തു കൊടുക്കേണ്ട ഒരുപാട് ജോലികളുണ്ട്. കാറുണ്ട്, ഇതിൽ തന്നെ തിരിച്ചുകൊണ്ട് വിടാം. കുഞ്ഞിന്റെ കാതുകുത്തിന് ഇതിനേക്കാൾ നല്ല സമയം അടുത്തൊന്നുമില്ല. ഏൽപ്പിച്ചിരുന്ന തട്ടാൻ സുഖമില്ലാതെ വന്നുകൊണ്ടായി പ്രശ്നം മുഴുവൻ ഉണ്ടായത്. സമയം തെറ്റുന്നില്ല, എനിക്ക് വിഷമമുണ്ട്. ഭാസ്കർ ഈ കാര്യത്തിൽ എന്നെ സഹായിച്ചേ പറ്റൂ, പ്ലീസ്. ശരി, ഒരു കുഞ്ഞിന്റെ പ്രശ്നമായി പോയില്ലേ? പക്ഷെ ഒരു കാര്യമുണ്ട്, എല്ലാ തട്ടാന്മാരെ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. ഒരു പ്രശ്നമില്ല. വാ ഭാസ്കരൻ, വണ്ടി കയറി വാന്ന് കയറി. പിടിച്ചോണ്ട് പോയി, ഇനി രക്ഷയില്ല.
എന്തെങ്കിലും ഒന്ന് ചെയ്യാനുള്ള റബ്ബ്. എന്താണ് വെളിച്ചപ്പാട് ഒരു മാർഗം? ഭഗവതിക്ക് ഒരു പൂജ. പൂജയൊക്കെ അവിടെ നിൽക്കട്ടെ, നിങ്ങൾ പോയി ഹാജിയാരോട് വിവരം പറയാം. അതാണ് നല്ലത്. വരി, ഒന്ന് ശ്രദ്ധിക്കണേ. ഓരോരോ വലിയും വേണ്ടി ഒരു പീടികയിൽ നിൽക്കാൻ നേരല്ല. അള്ളന്റെ വെളിച്ചപ്പാട് നിക്കി. ചോദിക്കാതെ പോലെ കയറിയാൽ ആദ്യം നമ്മളെ കാച്ചിക്കാളൂ. എന്റെ ഭഗവതി ഒരു അത്യാവശ്യ കാര്യം പറയാനല്ലേ. നമ്മളെന്താ കൽമയത്താത്തനോട് വിഴുങ്ങോ? ഈ കാര്യത്തിൽ പേടിക്കാനില്ല. വിളിച്ച പറ. ഹാജരേ അജാർ അജയരേ ഹാജരേ അജാർ അജയരേ ഹാജരേ അജാർ. അജയരേ. ഓരിവിടെ ഇല്ല, എല്ലാരും വേഗം പൊക്കോളി. അള്ളന്റെ മോനെ പാപ്പിയെ ഓടിക്കോ. പറഞ്ഞു ശരിയാ, വിട്ടോ വിട്ടോ. കൊണ്ടുവരുന്നു മോനെ. അജയാരെ ഒന്ന് നിക്കണേ, ഒരു കാര്യം പറയട്ടെ. സംഗതിയൊക്കെ കുഴഞ്ഞ അജയാരെ. തട്ടാൻ ഭാസ്കരൻ കാറില് കാറില് ഭാസ്കരൻ. നമ്മളില്ലാത്ത സമയത്ത് പെരക്കരങ്ങളുടെ അയ്യോ, പെരെ കയറിയില്ല. മാത്രമുള്ള ഒരു വീടാണ്. എന്റെ ഭഗവതി. ഭാസ്കരനെ. കൊന്നുകളയും ഞാൻ. കാറിൽ കൊണ്ടുപോയി. നമുക്ക് കേൾക്കണ്ട. അപ്പോ ഓടിക്കോ. അജയരെ ഒന്ന് മാറ്. അങ്ങനെ അവിടെ തന്നെ വന്ന് അയലില്ലാത്ത സമയത്ത് പെരേല് വരണ്ടാത്. കൽമേ വരൂ. ഇരിക്കൂ. ഇതെന്റെ ഭാര്യയുടെ അച്ഛനാ, അറിയാലോ? നന്നായി അറിയാം. ഞാൻ അയൽപക്കത്തെ തട്ടാനല്ലേ. മുഹൂർത്തം തെറ്റാതെ പെട്ടെന്ന് തുടങ്ങാം. എനിക്കും വേഗം പോവാലോ. ശരി. സൂചിക്ക് തുരുമ്പൊന്നും കാണില്ലല്ലോ. സ്വർണത്തിനും തട്ടാനും എവിടുന്നാ പണിക്കരെ തുരുമ്പ് പിടിക്കുക? ചില മനുഷ്യന്മാർക്ക് തുരുമ്പ് പിടിക്കും, പക്ഷേ സ്വർണത്തിന് തുരുമ്പ് പിടിക്കില്ല. വിഡ്ഢിത്തം പറയാതിരിക്കൂ. വേണ്ടെന്ന് പറഞ്ഞില്ലേ? കുഞ്ഞിന് ഞാൻ തരില്ല. അയാൾ കാത് കുത്തണ്ട. ഡേയ്, എന്നെ വെറുതെ ദേഷ്യം പിടിക്കരുത്. സമയം തെറ്റും. പഞ്ചാംഗം നോക്കിയാൽ ഇനിയും നല്ല നാള് കാണില്ലേ പൗത്ര? നിനക്ക് ഇവനല്ലാണ്ട് വേറെ ആരും കിട്ടിയില്ലേ പവിത്ര? അയാൾക്ക് എന്താ ഒരു കുഴപ്പം? ഇനി ആരും ഒന്നും പറയണ്ട. ഞാൻ അയാളെ ഇങ്ങോട്ട് വിളിക്കാൻ പോവാ. എടീ, കുഞ്ഞിനെ കൂടെ അപ്പുറത്തേക്ക് വാ. എന്നാ നമുക്ക് തുടങ്ങിയാലോ? ഓ, ആ. കുഞ്ഞിനെ മടിയിൽ വെച്ച് ഇവിടെ ഇരുന്നോളൂ. ആ. കുഞ്ഞിനെ ചന്ദനം തൊടുവിക്കണം. ഓ. കുഞ്ഞിനെ തടി. എന്നെ നോക്കി പേടിപ്പിക്കൊന്നും വേണ്ട. ഞാൻ കുഞ്ഞിനെ തരില്ല. ഈ തട്ടാൻ എന്റെ മോളുടെ കാത് കുത്തണ്ട. ഇയാള് കാത് കുത്തിയിട്ട് എത്ര കുട്ടിയൊക്കെ കാത് പഴുത്തിരിക്കുന്നെന്നറിയോ? ഞാൻ സമ്മതിക്കില്ല. എന്തിനാ ഇവനെ പറയുന്നത്? ഇവന്റെ അച്ഛനല്ലേ നിന്റെ കാത് കുത്തിയത്? 10 ദിവസമാ പനിച്ചു കിടന്നത്. പരമ്പരാഗതമായിട്ട് ഐശ്വര്യമില്ലാത്ത തട്ടാന്മാരാ ഇവര്. മോൻ ഇവള് പറയുന്നത് കേക്ക്. കുഞ്ഞിന് എന്തെങ്കിലും വന്നാ തള്ളക്കല്ലേ കൂടുതൽ വിഷമം ഉണ്ടാവുക. ഏതായാലും വിളിച്ചുകൊണ്ടൊന്ന് സ്ഥിതിക്ക് വല്ല 5 or 10 കൊടുത്ത് പറഞ്ഞയക്കി. ഇതിലും നല്ല മുഹൂർത്തം ഇനിയും വരും. ഞാൻ നോക്കി പറയാം. നിങ്ങൾ എന്നെ നാറ്റിച്ചേ അടങ്ങുള്ളൂ അല്ലേ? ആരെന്ത് പറഞ്ഞാലും ശരി, ഇവിടെ ഇപ്പൊ ഞാൻ പറയുന്നത് നടക്കൂ.